ഹലോ, ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് തമ്മീസ് റൊട്ടിയാണ്. ഇത് തന്തൂരി അടുപ്പിൽ ചുട്ടെടുക്കുന്ന ഒരു റൊട്ടിയാണ്. ഇത് ഉണ്ടാക്കുന്നത് സാധാരണ രീതിയിൽ മൈദാമാവ് ഈസ്റ്റൊക്കെ ചേർത്ത് കുഴച്ച് അത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും. എന്നിട്ട് വലിയ ഉരുളയാക്കി വയ്ക്കും. എന്നിട്ട് അത് പരത്തിയിട്ട് അവരുടെ കയ്യിലുള്ള ഒരു പ്ലാസ്റ്റിക്കിലുള്ള ഒരു റോളറുണ്ട്, ഒരു മുള്ളു പോലത്തെ ഒരെണ്ണം. ആ റോളറ് ഈ റൊട്ടിയിൽ ഉരുട്ടുമ്പോൾ അതിൽ ചെറിയ ചെറിയ കുത്തുകൾ വീഴും. അത് പെട്ടെന്ന് ഈ റൊട്ടി വേവാൻ സഹായിക്കും. അപ്പോൾ പരത്തിയ റൊട്ടി മറ്റേ ആൾ അയാളുടെ ഈ രണ്ട് കൈകളിലും ഇങ്ങനെ മാറി മാറി വീശി പരുവപ്പെടുത്തി കനം കുറച്ച് വലിപ്പത്തിലാക്കിയിട്ട് തലയണ പോലൊരു കുഷ്യലുണ്ട്, ആ കുഷ്യലിൽ വെച്ചിട്ട് ഈ തന്തൂരി അടുപ്പിൻ്റെ അകഭിത്തിയിലേക്ക് ഒട്ടിച്ച് പിടിപ്പിക്കും. ഇപ്പോൾ തണ്ടൂരി അടുപ്പെന്ന് പറഞ്ഞാൽ ഒരു വലിയ കലത്തിൻ്റെ ആകൃതിയിൽ ഉരുണ്ട് വലിയ വാവട്ടമുള്ള ഒരു രൂപമാണ്. അപ്പോൾ അതിൻ്റെ ഭിത്തി എന്ന് പറഞ്ഞാൽ മണ്ണാണ്, അതിലാണ് ഈ ഒട്ടിച്ച് വയ്ക്കുന്നത്. അപ്പോൾ ഇത് വെന്ത് കഴിയുമ്പോൾ എടുക്കാൻ അവരുടെ കയ്യിൽ രണ്ട് കമ്പികളുണ്ട്. ഒരു കമ്പിയുടെ അറ്റം ഒരു ഹൂക്ക് പോലെ കൂർന്നിരിക്കും, മറ്റേ ഒരു കമ്പി എന്ന് പറഞ്ഞാൽ ഒരു ചട്ടുകത്തിൻ്റെ ആകൃതിയിലിരിക്കും. അപ്പോൾ ആദ്യം ആ ചട്ടുകത്തിൻ്റെ ആകൃതിയിലുള്ള കമ്പി കൊണ്ട് റൊട്ടി ഒന്ന് ഇളക്കി വെച്ചിട്ട് കൂർത്ത കമ്പി കൊണ്ട് കുത്തി ഇതേപോലെ അങ്ങ് എടുക്കും. ഇതാണ് അത് എടുക്കുന്നത്. ഒരേ സമയം 8 മുതൽ 10 വരെ റൊട്ടി ഇതിനകത്ത്, ഈ അടുപ്പിനകത്ത് അവർ വേവിക്കാനിടും. അപ്പോൾ അതിൻ്റെ ഒരു പരുവമുണ്ട്, വേവിൻ്റെ പരുവമുണ്ട്. അത് തെറ്റാതെ, അത് കരിയാതെ അവരെടുക്കും. ഈ അടുപ്പ് പ്രവർത്തിക്കുന്നത് ഇവിടെ ഗ്യാസിലാണ് കേട്ടോ, ഗ്യാസിലാണ് അവർ പ്രവർത്തിപ്പിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റൊട്ടിയാണ് ഇത്. ഒരെണ്ണം കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ വയറ് നിറയും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ കുഴപ്പം, ഇടയ്ക്കിടയ്ക്ക് വെള്ളദാഹമായിരിക്കും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടേ ഇരിക്കേണ്ടി വരും. അത് കാരണം നമുക്ക് പെട്ടെന്നൊന്നും വിശപ്പ് വരാൻ സാധ്യതയില്ല. ഇനി ഇതിൻ്റെ കൂടെ നമ്മൾ കറിയായിട്ട് കഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫൂലെന്ന് പറഞ്ഞ ഒരു വിഭവമാണ്. അത് തൊട്ടടുത്ത് വേറെ കടയുണ്ട്, അവിടെ സുഡാനികളാണ് അത് ഉണ്ടാക്കുന്നത്. ഈ ഫൂലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബീൻസ്, ചുണ്ടൻകടലയൊക്കെ ഇല്ലേ, ഇതൊക്കെ അവർ അരച്ച് ഒരു ക്രീമി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു രൂപമാണ്. അത് ഞാനിപ്പോൾ കാണിച്ചു തരാം. അത് സുഡാനികളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അത് വളരെ രുചികരമായ ഒരു വിഭവമാണ്. അവർ അത് കുക്ക് ചെയ്തിട്ട് അവിടെ ഇതേപോലൊരു വലിയ കുടത്തിൻ്റെ ആകൃതിയിലൊരു അലുമിനിയം പാത്രമുണ്ട്, അത് ചരിച്ച് വെച്ചിരിക്കും. അതിൽ നിന്ന് ഇതേപോലെ നീളമുള്ള ഒരു തവി വെച്ചിട്ട് ഇതേപോലെ ഇളക്കി കോരിയെടുക്കും. അതിലവർ ചീസ്, ഒലിവ് ഓയിൽ, പിന്നെ അവരുടേതായ കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് നമുക്ക് തരും. പച്ചമുളകും തരും, ഉള്ളിയും തരും. അപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിനും